ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു 6 മണിയായപ്പോൾ എഴുന്നേറ്റെ. സാധാരണ 7:30, 8 ഈ ഒരു ടൈം ആകുമ്പോഴേ ഞാൻ എണീക്കാറുള്ളൂ. കാരണം എനിക്ക് പ്രത്യേകിച്ച് പണിക്കൊന്നും പോകണ്ട, വേറെ പരിപാടിയൊന്നുമില്ല. വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ച് ഉണ്ടും കുടിച്ചും ഒക്കെ അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കുമോ നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ എന്ന്. പക്ഷെ ഒട്ടുമല്ല. എൻ്റെ ഗതികേട് കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നു പോയതാണ് കേട്ടോ. പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കണമായിരുന്നു. പഠിക്കാതെ മന്ദബുദ്ധിയെ പോലെ ഇരുന്നാൽ ഇതുപോലെ വീട്ടിൽ ഇരിക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റത് ചിന്നു ഇന്ന് PSCയുടെ എക്സാം ഉണ്ട്. അപ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ചോറും കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര രാവിലെ എഴുന്നേറ്റത് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും നല്ല പഠിക്കുന്നൊരു കുട്ടിയല്ലായിരുന്നു. ഒരു ആവറേജ് പഠിത്തം പോലും എനിക്കില്ലായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും ജയിച്ചു എന്ന് മാത്രം. ഞാൻ 10ാം ക്ലാസ്സിൽ അമ്മയോട് പറഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ ആദ്യം തോറ്റു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അമ്മ അത് വിശ്വസിച്ചു. കാരണം അത്രയ്ക്കും മന്ദബുദ്ധിയായ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പം പഠിപ്പിക്കുന്ന കാര്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ക്ലാസ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത കണക്കായിരുന്നു എൻ്റെ പഠന രീതി. കാരണം ഞാൻ മനഃപൂർവ്വമല്ല, എന്നെക്കൊണ്ട് പറ്റാത്തൊരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എങ്കിലും PSC പരീക്ഷയൊക്കെ പഠിച്ചില്ലെങ്കിൽ പോലും ഞാൻ പോയിരുന്ന് എഴുതുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടിയെ അങ്ങ് നിർത്തി കേട്ടോ. അതിനുശേഷം എന്തോ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ചിന്നുമൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്കതൊരു രസമുള്ളൊരു കാര്യമാണ്. അവൾ പക്ഷെ പഠിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. പഠിക്കാൻ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പോയി പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് ഒരു 40 മാർക്കും 50 മാർക്കും ഒക്കെ മേടിക്കുമ്പോൾ ചിലതിനൊക്കെ അവൾ നല്ല മാർക്കൊക്കെ മേടിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മളോ പഠിച്ചില്ല, പഠിക്കുന്നവരെങ്കിലും പഠിക്കട്ടെ. അപ്പോൾ ഇന്ന് എക്സാം ഹാൾ കിട്ടിയത് വെഞ്ഞാറമൂട് പെരപ്പങ്കോട് ഒരു സ്കൂളിലാണ് കേട്ടോ. സാധാരണ കിട്ടുന്നത് ദൂരെ സ്കൂളുകളിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കുറച്ച് ദൂരമുള്ള സ്ഥലത്താണ്. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് അടുത്ത് തന്നെയാണ് കേട്ടോ. വെഞ്ഞാറമൂട് പെരപ്പങ്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്കൂൾ. സാധാരണ ദൂരെയാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം എന്തോ അറിയില്ല, അടുത്ത് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് മുതുവിളയാണ് നമ്മുടെ വീട്. നമ്മുടെ വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂടൊക്കെ പോകാൻ അടുത്താണ്. അപ്പോൾ കുറച്ച് ട്രാഫിക്കും ബ്ലോക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാവും. പിന്നെ ടെൻഷനൊക്കെ അടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ അങ്ങ് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാനും. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്കൂളിലെത്തുമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ട് എക്സാമിന് കയറാമല്ലോ എന്നുള്ള പ്ലാനിലാണ് ചോറ് കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ ഇട്ട ചോറിനെ വീണ്ടും തിരിച്ചെടുത്ത് കേട്ടോ. അവൾക്ക് കുറച്ച് ചോറ് മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പൊതുവേ അങ്ങനെയാണ്, ഇച്ചിരി കിളിക്ക് കൊടുക്കുന്ന അത്രേ കഴിക്കലുള്ളൂ. അപ്പോൾ ഞാൻ ചോറ് കുറച്ചങ്ങ് റിട്ടേൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കേട്ടോ. സവാള മാത്രം ഇട്ടിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയത്. നല്ല വഴറ്റി എടുത്ത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ചിന്നുവിനും അമ്മ സ്ഥിരം തന്നു വിടുന്നൊരു കറിയായിരുന്നു ഇത്. ഞങ്ങളുടെ ദേശീയ കറിയാണ് സവാള മെഴുക്ക് പുരട്ടി. അപ്പോൾ അതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ചമ്മന്തിയൊക്കെ പിന്നെ വെറുതെ വെക്കാന്നേ ഉള്ളൂ. ഈ ഒരു കറി മതി നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ അമ്മ സ്പെഷ്യൽ സവാള മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി, മുട്ടയും പൊരിച്ചിട്ട് ഈ മുട്ടയുടെ പാതി ഞാനും ചിന്നുവും കൂടി രാവിലെ കഴിച്ചു കേട്ടോ. ചോറും കൂട്ടി കഴിച്ചു. അങ്ങനെ ചിന്നുമോളുടെ ലഞ്ച് ബോക്സ് ഇന്നത്തെ റെഡിയായ കേട്ടോ. ഇനി അടുത്ത PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ വേണം എനിക്ക് അടുത്ത ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇടാനേ. അപ്പോൾ അതാ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. ഇനി എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ സ്വിച്ച് അങ്ങ് ഓഫാക്കി. വെറുതെ എന്തിനാ കറണ്ട് ബില്ല് കൂട്ടണേ. അങ്ങനെ ചിന്നുമോൾ ഇതാ പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആൾ തിരിച്ച് റിട്ടേൺ എത്തുകയും ചെയ്തു കേട്ടോ. പരീക്ഷ കുറച്ച് പാടായിരുന്നു എന്നാണ് പറഞ്ഞത്. അറിയാമെന്നുള്ള കണക്ക് പോലും ഫോർമുല മറന്നു പോയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത എക്സാമിന് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.